ഇനി സ്നാനം എന്തിന് എന്നുള്ളതാണ് അടുത്തത്. ഗലാത്യലേഖനം 3:27, റോമാലേഖനം 6:3 വായിച്ചാൽ. മതി. അപ്പോൾ നോക്കണം, എല്ലാം സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ ധരിക്കുക. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഒരു ഷർട്ട് നമ്മൾ ധരിക്കുന്നത് പോലെ. ഗലാത്യലേഖനം കിട്ടിയോ? സ്തോത്രം. ഗലാത്യലേഖനം വായിച്ചു. സ്തോത്രം. അതിന്റെ 3:27, റോമാലേഖനം 6:3. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഷർട്ട് ഇപ്പൊ ഇടുന്നു അല്ലെ? ഷർട്ട് നമ്മൾ ധരിക്കുക എന്ന് പറയുക. അപ്പൊ ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മറഞ്ഞ് പറയുക അല്ലെ? വസ്ത്രമാണ് നമ്മുടെ പുറത്തും നമ്മുടെ ശരീരമകത്തുമായി പൊതിഞ്ഞിരിക്കുക. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ നമ്മൾ ആവരണം ചെയ്യുക. ഇപ്പൊ ക്രിസ്തുവായി ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചെങ്കിൽ ഇനിയിപ്പോ എന്ത്? ഞാൻ ക്രിസ്തുവിന്റെ ഉള്ളിലാണ്, ഞാൻ അകത്തും ക്രിസ്തു എന്നെ ആവരണം ചെയ്തിരിക്കുക. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കളിയല്ല. അപ്പൊ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി യേശു ആരാണെന്ന് അറിയണം, യേശു എന്തിനു ഭൂമിയിൽ വന്നു എന്ന് അറിയണം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? അവൻ സാക്ഷാൽ ദൈവം, സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ, സാക്ഷാൽ പാപികളുടെ രക്ഷകൻ, പാപികൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാണ്. ഈ ഭൂമിയിലെ വസ്തുവിനോ ഏതെങ്കിലും യാഗങ്ങൾക്കോ ഏതെങ്കിലും രക്തത്തിനോ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ യേശു വന്ന ഇവിടെ 10:4 നമ്മൾ തുടക്കത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: കാളകളെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്, അപ്പൊ പാപങ്ങളെ നീക്കുവാൻ ഈ രക്തത്തിന് കഴിയത്തില്ല. കാളകളുടെ രക്തത്തിനോ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിനോ ആമേൻ സ്തോത്രം നമ്മുടെ പാപങ്ങളെ ആമേൻ സ്തോത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീക്കാൻ കഴിയത്തില്ല. പിടികിട്ടിയോ? യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? നമുക്ക് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാനുള്ള ഒരു വഴി കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ യേശുവിന് ജഡാവതാരം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു എന്തിനാ ജഡാവതാരം എടുത്തത്? കാളയുടെ രക്തത്തിനോ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിനോ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, ആകയാൽ ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതുന്നു, എങ്കിലും അവരിൽ നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അടുത്ത ശ്രദ്ധിക്കുക, സത്യം നമ്മളില്ലാതായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നോക്കി, ഇത് നമ്മൾ 8-9 വായിച്ചാൽ 7-ാമത്തെ വാക്യം വായിച്ചിട്ട് 7. അപ്പോൾ യേശു വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിലിരിക്കണം. അവരുമായിട്ട് നല്ലൊരു കൂട്ടായ്മയും നമ്മൾ നേരത്തെ വായിച്ചു. അപ്പൊ നമ്മുടെ പാപം എന്ത് ചെയ്യത്തില്ല, നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള പാപം എന്ത് ചെയ്യുക? ആട്ടുകൊറ്റന്റെ രക്തത്തിനോ കാളയുടെ രക്തത്തിനോ നമ്മുടെ പാപത്തെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നില്ല എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ആ മേൻ സ്തോത്രം 7 വായിക്കുന്നത് 1:7 വായിച്ചിട്ട് ഏതാ? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1:7 ഞാൻ വായിക്കാൻ പറഞ്ഞു. സ്തോത്രം 1:7. അടുത്ത വാക്യമാണ്, അടുത്തതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പിടികിട്ടിയോ? കാളയുടെ രക്തത്തിനോ ആട്ടുകൊറ്റന്റെ രക്തത്തിനോ മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയാൻ പറ്റാതിരുന്നപ്പോൾ
സ്വത്രം ദൈവമായിരുന്നവൻ, അവൻ സ്വത്രം മനുഷ്യാവതാരം എടുത്ത് നമ്മിൽ ഒരുവനെ പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് നമ്മിൽ ഒരുവനെ പോലെ ജഡാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന് 33.5 വയസ്സുവരെ ജീവിച്ച് ദൈവത്തിന്റെ ആലോചന നിവൃത്തീകരിക്കേണ്ടതിന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് എന്ത് ചെയ്തു? 3.5 വർഷം ഈ ഭൂമിയിൽ, അതായത് അവൻ സ്വന്തം യെരൂശലേമിലും യഹൂദിയിലും സമരിയിലും ഈ ദേശത്തിലൂടെ സഞ്ചരിച്ച അവൻ സ്വന്തം അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക പാപികളെ അവൻ എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് അവർക്ക് മോചനം കൊടുത്ത് തന്റെ ജീവനെ പകരം കൊടുത്ത് തന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. അവൻ സ്വന്തം ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യേശുവിനോട് ചേരുവാനാണ് ഞാൻ സ്നാനമേൽക്കുന്നത്. പിടികിട്ടിയോ? എന്തെങ്കിലും മനസ്സിലായോ? പിടികിട്ടിയോ? ഇപ്പൊ എന്തിനാ യേശുവിനോട് സ്നാനമേൽക്കുന്നത്? ഒന്നായി തീരാനോ. അപ്പോൾ ആ യേശുവിനെ ഞാൻ ധരിക്കുക. അപ്പൊ യേശുവിനെ ക്രിസ്തുവിൽ എന്ത് ചെയ്യുക? ക്രിസ്തുവിനെ ഞാൻ ധരിക്കുക. സ്നാനം എന്ന് പറയുമ്പോൾ യേശു ആരെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരമുണ്ട്. എന്തിനാ ഞാൻ സ്നാനപ്പെടുന്നത്? യേശുവിനോട് ചേരുവാൻ. കാരണം ആ യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തത് എന്ത് ചെയ്തു? യേശു പരിഹരിച്ചു, ക്രൂശിൽ പരിഹരിച്ചു. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി നമുക്ക് അവനുമായിട്ടാണ് കൂട്ടായ്മ, വെളിച്ചവുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മ. അപ്പൊ സ്നാനപ്പെട്ടവര് ആരുമായിട്ടാണ് കൂട്ടായ്മ? യേശുവായിട്ടാണ് കൂട്ടായ്മ. ഇനി സാത്താനുമായിട്ട് യാതൊരു കൂട്ടായ്മയും ഇല്ല. ഇനി സാത്താന്റെ ഒരു പ്രവൃത്തിക്ക് ഞാൻ ഞാൻ ഇനി കള്ളം പറയത്തില്ല. ഞാൻ ഇനി മോശമായത് മൊബൈലിലായാലും ഞാൻ കാണത്തില്ല. ഞാൻ ആരെയും ചീത്ത പറയത്തില്ല. എന്റെ അമ്മയും അപ്പന്റെ വാക്ക് ഞാൻ അനുസരിക്കും. എന്റെ അധ്യാപകരുടെ വാക്ക് ഞാൻ അനുസരിക്കും. ദൈവസഭയില് ഞാൻ എല്ലാ അമ്മൻ സ്വത്രം മുടക്കം കൂടാതെ കൂട്ടായ്മകൾക്ക് വരും, അല്ലെ? സ്വത്രം ഞാൻ സാക്ഷ്യമുള്ള കുഞ്ഞായിരിക്കും. അപ്പോൾ ദൈവത്തോട് നമ്മളൊരു തീരുമാനമെടുക്കുക, വെളിച്ചത്തിൽ വസിക്കേണ്ടത്. ഇരുളിൽ നിന്ന് നമ്മൾ ഒരു അധികാരവും ഇല്ല. അപ്പൊ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഇരുളിന് നമ്മളെ മേലെ അധികാരമില്ല. അപ്പൊ ക്രിസ്തുവിനെ ഞാൻ ധരിച്ചു. അടുത്ത 6-ാം അധ്യായം റോമർ 6-ന്റെ അവൻ സ്തോത്രം 2 വായിച്ചാട്ടെ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ മരണത്തിൽ ഏകീഭവിക്കുക, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ഏകീഭവിപ്പാൻ, ഒന്നായി തീരുവാനാണ് നമ്മൾ എന്തിരിക്കുന്നത്? സ്നാനപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം സ്നാനം എന്തിനാണ്? യേശു ക്രിസ്തുവായി നമ്മൾ ഒന്നായി തീരുക. അപ്പൊ യേശുവായിട്ട് ഞാൻ ഒന്നായി തീർന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ടോ? ഇല്ല. കാരണം എന്താ? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ നമ്മളെ എന്ത് ചെയ്യുക? വീണ്ടെടുക്കാന്, നമ്മളെ രക്ഷിക്കാന്, നമ്മളെ പാപത്തിൽ നിന്ന്, നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്, അല്ലെ? അതല്ലേ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനത്തിൽ തന്നെ ഈ 6-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണത്തിന് ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ. അപ്പൊ പാപത്തിന്റെ ശമ്പളം നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ ഞാൻ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. അപ്പൊ യേശു ക്രിസ്തുവിനോട് സ്നാനമേറ്റവർ, ചേർന്നവർ എങ്ങനെ നിത്യജീവന്റെ പുതുക്കത്തിൽ ജീവിക്കേണ്ടതിന് എങ്ങനെ ജീവിക്കണം? നമ്മിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. പഴയ ഷർട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് പുതിയ ഷർട്ട് നമ്മൾ ധരിച്ചത്. ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചു. ഇനി പഴയ വസ്ത്രം നമ്മളിൽ ഇടരുത്, പഴയ സ്വഭാവം നമ്മളിൽ വരരുത്. നമ്മുടെ കോപം, നമ്മുടെ ക്രോധം, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, നമ്മുടെ ചെയ്തികൾ, ഇതൊക്കെ അവൻ ക്ഷമിച്ചു, ഊരിക്കളഞ്ഞു. അത് എന്ത് ചെയ്യാ? അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലിട്ടു. ഇനി തിരിഞ്ഞു നോക്കത്തില്ല. നമ്മൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന പുതിയ വസ്ത്രമാണ്, സ്വർഗത്തിലേക്കുള്ള വസ്ത്രം. അമേൻ, സ്വത്രം. യേശു വരുമ്പോൾ രൂപാന്തരം പ്രാപിക്കേണ്ട ശരീരത്തിന് ഉടമയായി നമ്മൾ ധരിച്ചിരിക്കുക ശരീരം. ആ വസ്ത്രം ധരിച്ച ഞാനും നിങ്ങളും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പഴയതിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പൊ പിടികിട്ടിയോ?
അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ എന്ത് ചെയ്തു? നമ്മള് സ്നാനമേറ്റു. അവന്റെ മരണത്തോട്, ക്രൂശിലെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുക, ഒന്നായി തീരുക. ആ മരണമാണ് സ്നാനം. അപ്പൊ സ്നാനപ്പെടുവാൻ നമ്മളെ കൊണ്ട് വെള്ളത്തിൽ നിർത്തി, വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നിമജ്ജനം എന്ന് പറഞ്ഞ മുഴുകൽ പൂർണ്ണമായിട്ട് ഒന്നുകിൽ ഇരുത്തും, ഇല്ലെങ്കിൽ കിടത്തും. ഇപ്പോൾ കൂടുതലും ഇരുത്തിയാണ് സ്നാനപ്പെടുത്തുന്നത്. കാരണം കുളമാണ്, നമ്മളെ കെട്ടിയ കുളത്തിനകത്തായിട്ട് കമത്താറില്ല. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ ചില മരണങ്ങൾ എന്ത് ചെയ്യാം? സമാധി എന്നുള്ള ഇരുത്താണ് അല്ലെ. രാജാക്കന്മാരെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കിടത്തുകയല്ല. പലപ്പോഴും നമ്മുടെ രാജ്യത്തൊക്കെ ഇങ്ങനെയായിരുന്നു, അവരെ ഇരുത്തുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഏതായിരുന്നാലും ഒന്ന് കിടത്തിയോ ഇരുത്തിയോ ആയിരുന്നാലും ശരി, മുഴുവൻ പൂർണ്ണമായിട്ടും വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് എന്ന് പറഞ്ഞ വെള്ളം അവന്റെ ശിരസിന് മുകളിൽ നിൽക്കണം. ശരീരം മൂടണം. മരിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് പകുതി ബോഡി പുറത്തും മണ്ണിട്ടിട്ട് പോകില്ല. മണ്ണ് മുഴുവൻ എന്ത് ചെയ്യും? ശരീരത്തിന് ഒടുക്കുന്നതാണ് സ്നാനം. അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുന്നത് എങ്ങനെ? പൂർണ്ണമായിട്ടും ഈ വെള്ളത്തിൽ നിമജ്ജനം. നമ്മളവിടെ അവരെ കിടത്തിയിട്ട് അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശുവിനെ ഏതാത്മാവ് കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നോ അതേ ആത്മാവിനാൽ എന്ത് ചെയ്യാം? നമ്മളും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് മരണ പുനരുത്ഥാനത്തോടുള്ള ഏകീകരണം, ഒന്നായി തീരുക. അതുപോലെ യേശു എങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റോ അതുപോലെ എന്ത് ചെയ്യാം? സ്നാനപ്പെട്ടവർക്കും ദൈവം വച്ചിരിക്കുന്ന ഉയർപ്പ്. അവനെ ഉയർപ്പിച്ച അതേ ആത്മാവ്. അപ്പോ ഇത് സ്നാനം വെറും ഒരു വെള്ളത്തിൽ കൂടിയല്ല. സ്നാനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ യേശു ആരാണെന്ന് മനസ്സിലായാൽ അവൻ ദൈവപുത്രനാണെന്ന്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന്റെ പരിണിത ഫലമാണ് ഇത്രത്തോളം ചാട്ടവാറ് യേശുവിന്റെ ശരീരത്തിൽ വീണതെന്നും ആ യേശുവിന്റെ ശരീരത്തിലെ ഓരോ മാംസ കഷണങ്ങളും പറഞ്ഞു പോയതും തന്റെ ഞരമ്പുകൾ പൊട്ടി, രക്തധമനികൾ പൊട്ടി, തന്റെ ഹാർട്ടിൽ നിന്ന് അവൻ സ്തോത്രം കുത്തുകൊണ്ടിട്ട് ആ ഹൃദയത്തിൽ നിന്ന് വന്ന എല്ലാ അവൻ സ്തോത്രം അവസാനത്തുള്ളി രക്തവും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ പരിണിത ഫലമാണ്. ക്രൂശിൽ താൻ അനുഭവിച്ച വേദനയെന്ന് മനസ്സിലാക്കി ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ സ്നാനം പാടുള്ളൂ. ഒരു തീരുമാനമാണ്, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ ഇനി പഴയ മനുഷ്യനാകത്തില്ല, ഞാൻ യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കും. ഇനി എന്റെ വായ് യേശുവിന് വേണ്ടിയാണ്, എന്റെ ഹൃദയം യേശുവിനുള്ളത്, എന്റെ ശരീരം യേശുവിനുള്ളത്, എന്റെ മനസ്സ് യേശുവിനുള്ളത്. അതുകൊണ്ടാണ് അവൻ സ്തോത്രം നമ്മള് കൊരിന്ത്യർ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ ശരീരം ഒരിക്കലും അശുദ്ധിയിലേക്ക് വരരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ശരീരം ആ കാത്തു സൂക്ഷിക്കേണ്ട കടമ ഓരോ വിശ്വാസികൾക്കുമുണ്ട്. 6-ാം അധ്യായം 1 മുതൽ 1 വായിച്ചു കിട്ടും. സ്തോത്രം. അത് മതിയേ. ഇനി 15 വായിച്ചു. 15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. അപ്പൊ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തെ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോകാൻ നമ്മൾ ഇതൊന്നും ഈ സഭയിൽ പ്രസംഗിക്കാറില്ല, വായിക്കാറുമില്ല, മനുഷ്യൻ ഗ്രഹിക്കാറുമില്ല. നമ്മുടെ ആവശ്യം എന്താ? ഒന്ന് കുളിരു കോരുന്ന ഒരു 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 എന്താ പറയാ വചനഭാഗങ്ങളാണ്. നമുക്കൊന്ന് ചാടണം, നമുക്കൊന്ന് തുള്ളണം, നമുക്കൊന്ന് മറിയണം. ഇതൊക്കെ നമ്മൾ അങ്ങനെയല്ല. ബാഹ്യമായ പ്രകടനങ്ങളല്ല സ്വർഗത്തിൽ എത്തിക്കുന്നത്. ആന്തരികമായുള്ള മാറ്റങ്ങളാണ് മനുഷ്യനിൽ ആവശ്യം. അത് ദൈവവചന കേൾവിയിലൂടെ സംഭവിക്കുന്ന അകത്ത മനുഷ്യൻ പുറത്ത മനുഷ്യനല്ല, അകത്ത മനുഷ്യനുണ്ട്. ഈ അകത്ത മനുഷ്യനാണ് ദൈവരാജ്യ പ്രവേശനം വച്ചിരിക്കുന്നത്. ഈ പുറത്തുള്ളവൻ പുറമൂടി കൊഴിഞ്ഞ് മണ്ണിലേക്ക് പോകും. മണ്ണിൽ നിന്നെടുത്തു പൊടിയിൽ നിന്നെടുത്തു നീ പൊടിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമുക്ക് ആ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ വായിച്ചിട്ട്.